ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുടുംബശ്രീ ശാരദ പിന്നെ അറിയപ്പെടുന്നതേ കൊലയാളി സ്ത്രീ ശാരദ എന്ന പേരിലായിരുന്നു. അപ്പൊ ഭീഷണിയാണല്ലേ? ഇതെന്റെ ആവശ്യമാണ്. അതിനെങ്ങനെ വേണോ നിങ്ങൾക്ക് എടുക്കാം. എനിക്കൊരു എതിർപ്പുമില്ല. ഞാനേ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവൂടാ. കേട്ടോ പന്നി? ഭഗവാനെ, സ്വസ്ഥതയും സമാധാനവും മാത്രമേ ഞാൻ അങ്ങയോട് ചോദിക്കാറുള്ളൂ. പക്ഷെ കുറെ കാലങ്ങളായി എനിക്കത് നൽകാൻ കഴിയുന്നില്ലല്ലോ. എന്നും പ്രശ്നങ്ങൾ. എനിക്ക് മാത്രമല്ല, എന്റെ മക്കൾക്കും. അവർക്കും കിട്ടുന്നില്ലല്ലോ ഒരല്പ സമാധാനം. ഇതിനു മാത്രം അനുഭവിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? അറിഞ്ഞുകൊണ്ട് ഒരാളെയും ഞങ്ങൾ ദ്രോഹിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലെന്നാ ചോദിച്ചത്. വരട്ടെ. ഗോപാലകൃഷ്ണ, ഇവിടെ ആരുമില്ലേ? ആളുണ്ടായിരുന്നോ? വാതില് തുറക്ക്. ഇത് അപ്പുറോ ഇപ്പുറോ നിന്ന് പറയേണ്ട കാര്യമല്ല. ഗോപാലകൃഷ്ണനെ വിളിക്ക. ഇവിടെ ഇല്ല. എവിടെ പോയി? അറിയില്ല. ഞാനും ഗോപാലകൃഷ്ണനും തമ്മില് ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത് ഗോപാലകൃഷ്ണനെ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാ. അതിന്റെ പേരിൽ എന്നോടൊരല്പം മുഷിവ് കാണുമെന്ന് എനിക്കറിയാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് ഗോപാലേട്ടനോട് പറഞ്ഞാ മതി. അതെ, എനിക്കിപ്പോ പറയാനുള്ളത് ഗോപാലകൃഷ്ണനോടല്ല, ഗോപാലകൃഷ്ണന്റെ വീട്ടുകാരത്തിയോടാ. എറിയുന്നെങ്കിൽ കായ്ഫലമുള്ള മരത്തെ തന്നെ കല്ലെറിയണം. ഏത്? അല്ലെങ്കിൽ പിന്നെ ആ ഏറ് വേസ്റ്റാ. ഞാൻ പിന്നെ ഒരല്പം മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വന്ന കാര്യം വളച്ചിട്ടില്ലാന്നങ്ങ് പറയാം. ഇനി ഞാൻ ഇങ്ങനെ വന്ന് പണത്തിനായി ശല്യം ചെയ്യുന്ന പരിപാടിയെ നിർത്തുകയാണ്. പകരം ഒരു തുക എന്റെ കയ്യിൽ കിട്ടണം. തുകയോ? അതെ, ഒരു ചെറിയ എമൗണ്ട്. ഒരു 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയോ? പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു വലിയ തുകയായിട്ടൊക്കെ തോന്നും. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ അതൊരു വലിയ തുകയായിട്ട് തോന്നുകയില്ല. ഭർത്താവ് ജയിലിൽ പോയി കിടക്കാൻ ഏതൊരു ഭാര്യ ആഗ്രഹിക്കില്ലല്ലോ, അല്ലേ? ഇനി നേരെ കാര്യത്തിലേക്ക് വരാം. അതെ, എനിക്ക് ഒറ്റ മോളാ. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? അവർക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണാൻ വേണ്ടിയല്ലേ? ഇപ്പൊ അങ്ങനെ ഒരു ജീവിതം എന്റെ മോക്കൊത്തു വന്നിരിക്കുക. അപ്പൊ അത് നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അല്ലെങ്കിൽ പിന്നെ അച്ഛനാണെന്ന് പറഞ്ഞ് ഞാൻ ഈ മീശ വെച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിനു വേണ്ടിയാ ഈ 10 ലക്ഷം ചോദിക്കുന്നേ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം ചെലവാക്കി എന്നുള്ള സന്തോഷം
നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഈ തുക തരുന്നില്ല എന്നാണെങ്കിൽ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? ആ പറ, എന്ത് ചെയ്യുന്നു? വേറൊന്നും ചെയ്യില്ല. നടന്ന സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയും. ഇവളോടോ അതോ പോലീസിന്റെ അടുത്തോ? ഇവളുടെ അടുത്താണ് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പോലീസിന്റെ അടുത്താണെങ്കിൽ എന്നെ കൊടുക്കാൻ നോക്കിയാ നീയും കൊടുക്കും. ഞാൻ കുടുങ്ങാൻ തയ്യാറായിട്ടാണല്ലോ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്. എനിക്കെന്റെ മോളുടെ കല്യാണം മാത്രമേ ലക്ഷ്യമുള്ളൂ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞ് നടക്കുന്നവനാ ഞാൻ. താഴെ ഭൂമിയും മോളിൽ ആകാശവും. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ നിങ്ങളൊരു കൊലപാതകം ചെയ്തു എന്നറിഞ്ഞ കളക്ടർ മോളുടെ പദവി, അന്തസ് എല്ലാം എല്ലാം നീ കാരണം വെള്ളത്തിലാവും. മോക്ക് തല ഉയർത്തി പുറത്തു നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. കുടുംബശ്രീ ശാരദ പിന്നെ അറിയപ്പെടുന്നതേ കൊലയാളി സ്ത്രീ ശാരദ എന്ന പേരിലായിരുന്നു. അപ്പൊ ഭീഷണിയാണല്ലേ? ഇതെന്റെ ആവശ്യമാണ്. അതിനെങ്ങനെ വേണോ നിങ്ങൾക്ക് എടുക്കാം. എനിക്കൊരു എതിർപ്പുമില്ല. പകരം എന്റെ കൈവെള്ളയിലേക്ക് ഞാൻ പറഞ്ഞ കാശിങ് വെച്ച് തന്നാ മാത്രം മതി. ഇല്ലെങ്കിൽ ഞാൻ ആ നസീറിന്റെ വാപ്പ അബൂബക്കറിന്റെ അടുത്തേക്ക് അങ്ങ് പോവും. അങ്ങനെ പോയാലേ അയാള് 10-ന് 20 തരും. കാരണം അയാൾക്ക് കിട്ടുന്ന ലോട്ടറി ആയിരിക്കും ഞാൻ. ഏത്? ഞാൻ പറഞ്ഞ എന്റെ പൊരുള് മനസ്സിലായ? അയാള് എന്റെ ആവശ്യം നടത്തിത്തരാതിരിക്കില്ല എന്ന്. ആലോചിക്ക്, എന്നിട്ടെന്നെ വിളിക്ക്. പിന്നെ അധികം ആലോചിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അപ്പൊ കാണാം. ശരി, പോട്ടെ. വീട്ടുകാരെത്തി. ഗോപാലേട്ടാ, അയാള് എന്താ ഒന്നും പറയാത്തെ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ശാരദേ, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം എന്താ? ഉഫ്, ഈശ്വ.